ഹലോ മച്ചാമാരെ, അജ്മലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിഡിൽ അക്വേറിയം ഉണ്ടാക്കിയാണ്. അതായത് സിമ്പിളായിട്ട് തന്നെ ബീറ്റ ഫിഷിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കിഡിൽ അക്വേറിയമാണ്. ഒരു സിമ്പിൾ വീഡിയോ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബിയർ ബോട്ടിലൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ടുക. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഇതുപോലുള്ളൊരു വലിയ ക്രാഫ്റ്റ് ബോട്ടിലാണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ തൊട്ട പാർട്ട് വെച്ച് നമുക്ക് കട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നൂല് വെച്ച് ചുറ്റിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതിനുവേണ്ടി നമ്മൾ നൂലെല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആ നൂലെല്ലാം ഒന്ന് മണ്ണെണ്ണ ഉണ്ടോ എന്ന് നനച്ച് കൊടുക്കണം. നമ്മൾ അടുത്തായിട്ട് തന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അച്ഛന്മാരെ അപ്പോൾ മണ്ണെണ്ണ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കത്തിക്കണം. അപ്പോൾ ഞാനിവിടെ ലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളപ്പോൾ മെഴുതിരി യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ കത്തിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ കത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ബോട്ടിലൊന്ന് കറക്കി കൊടുക്കുക. ഇതേപോലെ കറക്കി എല്ലാ സ്ഥലത്തും തീ ആവുന്ന രീതിയിലൊന്ന് കറക്കി കൊടുക്കുക. അച്ഛന്മാരെ ഇത് കുറച്ച് നേരം മാത്രം കത്തിച്ചാൽ മതി. തോനെ നേരം ഒന്നും കത്തിക്കേണ്ട കാര്യമില്ല. തോനെ നേരം കത്തിച്ച് കഴിഞ്ഞാൽ ഷേപ്പൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം കത്തിക്കുക. അതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിലോട്ട് മുക്കി കൊടുക്കുക. കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛന്മാരപ്പോൾ വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഷേപ്പിനായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അത് തോനെ നേരം കത്തിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇത് നമുക്കെല്ലാം ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് കൈ കൊള്ളാത്ത രീതിയിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതായത് മുകളിലത്തെ പാർട്ടെല്ലാം ഒന്ന് വൃത്തിയായിട്ട് എടുക്കണം. അതുമാത്രമല്ല, ആ പൊട്ടിയ പാർട്ടില്ല ചെറുതായിട്ട്, അതങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മണ്ടേ അടപ്പ് വരുന്നതുകൊണ്ട് അടപ്പിൻ്റെ അടിയിൽ തന്നെയാണ് പോണത്. അതുകൊണ്ട് വെള്ളം അപ്പോഴത്തോട്ട് മറിയത്തൊന്നുമില്ല. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ട് പിടിച്ച് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്നും തൊട്ടാൽ മുറിയാത്ത രീതി. ഇനി നമുക്ക് ഈ ബോട്ടിൽ വെക്കാനൊരു സാധനം ഉണ്ടാക്കണം. അതിനുവേണ്ടി റൗണ്ട് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ റൗണ്ട് തെർമോക്കോൾ കിട്ടിയില്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തെർമോക്കോൾ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ A4 ഷീറ്റ് എടുത്തിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തെർമോക്കോളിൻ്റെ സൈഡിൽ വെച്ച് ഒട്ടിക്കാനാണ്. അതിനുവേണ്ടി ചെറുതായിട്ട് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അച്ഛന്മാരെ അങ്ങനെ നമ്മുടെ തെർമോക്കോളിൻ്റെ സൈഡിലെ A4 ഷീറ്റ് ഒട്ടിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമാണ്, അതായത് കുപ്പി വയ്ക്കുന്ന ഭാഗം. ആ ഭാഗത്തോട്ട് നമ്മൾ കുറേ അക്യൂറത്തിൽ ഇടുന്ന കുറേ കല്ല് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ എടുക്കാം. സൂപ്പർ ഗ്ലൂ ഒന്നും എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ ഗ്ലൂ ഒഴിച്ച് കഴിഞ്ഞാൽ തെർമോക്കോൾ റിയാക്ഷൻ നടന്നും തെർമോക്കോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അച്ഛന്മാരെ അപ്പോൾ നമ്മുടെ കല്ലെല്ലാം വെച്ച് നമ്മുടെ ബിയർ ബോട്ടിലിൻ്റെ താഴ്ഭാഗം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ 4 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കുപ്പിയാണ് എടുക്കുക അതിൻ്റെ ഡയമീറ്റർ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 8ആണ്. അപ്പോൾ ഡയമീറ്റർ വെച്ച് 8 ഒന്ന് വരച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതേപോലെ 8 സെൻറ്റിമീറ്റർ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക. അതായത് 4 വെച്ച് മണ്ടയിലോട്ടൊരു പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കുക, ഈ കാണുന്ന പോലെ. ഇപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അടപ്പിന് തോനെ പൊക്കം വേണമെങ്കിൽ കുറച്ചുകൂടെ പൊക്കം കൊടുക്കുക. 10 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഒരു 2 സെൻറ്റിമീറ്റർ താഴോട്ട് എടുക്കുക. താഴോട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ താഴോട്ട് കുറച്ച് താഴ്ന്ന് നടക്കാൻ, അല്ലെങ്കിൽ കപ്പിരിക്കത്തില്ല. അതുകൊണ്ടാണ് താഴോട്ട് എടുക്കുന്നത്. മച്ചന്മാരെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ 3 ജോയിൻറ്റും ഒന്ന് ട്രയാങ്കിൾ രൂപത്തിലൊന്ന് വരച്ചെടുക്കണം. അതായത് ഈ 3 ജോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്യണം.
അച്ഛന്മാർ ഇതുപോലെ തന്നെ 4 പീസും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതായത് കാർഡ്ബോർഡ് 4 ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന രീതിയിൽ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ വരച്ച രീതിയിൽ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്യുക. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കോൺ ഷേപ്പിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ 4 കൂടെ കൈ പിടിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതായത് കോൺ ഷേപ്പിൽ ഇതേപോലെ 4 പീസ് ഒന്ന് ഫിറ്റ് ചെയ്യണം ഈ കാണുന്ന പോലെ. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ ഫെവിക്വിക്കാണ് എടുത്തേക്കുന്നത്. ഫെവിക്വിക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെവിക്വിക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. ഫെവിക്വിക്കൊക്കെ ആണെങ്കിൽ ഒട്ടാൻ താമസമാണ്, അതുകൊണ്ട് തന്നെ ഇരിക്കാനും പാടായിരിക്കും. അച്ഛന്മാരെ അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 4 ജോയിൻറ്റിന് ഇതേപോലെ സെലോ ടേപ്പൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്, നല്ലപോലെ ഉറച്ചിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കോണിൽ എല്ലാ സ്ഥലത്തുനിന്നും പശ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പച്ച കളർ A4 ഷീറ്റ് ഇതിൻ്റെ അകത്തൊന്ന് ഫിറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ അകത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി എല്ലാ സ്ഥലത്തുനിന്നും പശ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഈ കാണുന്ന പോലെ തന്നെ ഒറ്റ പേപ്പർ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇതേപോലെ ഇതിൻ്റെ അകത്തൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ആയിരിക്കും കാണാൻ നല്ല രസം. അതിന് വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്യാതെ ഒട്ടിക്കുന്നത്. ഈ 2 സ്ഥലത്ത് പശ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി സ്ഥലത്തൂടെ പശ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അന്നേരം നമ്മുടെ കപ്പിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബാക്കി വന്ന് താഴോട്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. വൃത്തിയുടെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അച്ചാന്മാരപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് മീനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിടുന്ന 2 മോളിയാണ് ഇടുന്നത്. ബീറ്റാ ഫിഷ് ഇല്ലാത്തതുകൊണ്ടാണ് മോളി ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ബീറ്റാ ഫിഷിനെ ഇടുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബീറ്റാ അക്വേറിയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മളെ ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് നല്ലൊരു കിഡ്ലും വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ സൈനിങ് ഔട്ട്.